ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാവർക്കും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസ് ആയിരുന്നു ഈ നിഫ്റ്റിയുടെ ഒരു റാലിക്ക് ചുക്കാൻ പിടിച്ചത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബലി വളരെയധികം നെഗറ്റീവായ രീതിയിലാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് US മാർക്കറ്റ് വലിയ തോതിൽ ഇടിവിലാണ്. എസ്പെഷ്യലി ടെക്നോളജി സ്റ്റോക്കുകൾ ഇടിവിലാണ്. US മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇടിഞ്ഞു, അതിന് മുകളിലുള്ള ഡോ 1% മുകളിൽ ഇടിഞ്ഞു, അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 900 പോയിന്റ് ഇടിഞ്ഞു, കൊറിയ ഇടിഞ്ഞു 1.5%, ചൈന ഇടിഞ്ഞു, ഓസ്ട്രേലിയ ഏറ്റവും ടോപ്പിൽ 100 പോയിന്റ് അഥവാ 1.23% ഇടിഞ്ഞു. പിന്നെ ഗോൾഡ് $4,042 സ്പോട്ടുള്ളത്. ബിറ്റ്കോയിൻ $2,800 ഇടിഞ്ഞു. ബിറ്റ്കോയിന് 1,80,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണാം 91,000 കൂപ്പുകുത്തി. ബിറ്റ്കോയിന് ശക്തമായിട്ടുള്ളൊരു ഇടിവുണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു ഇടിവും നിഫ്റ്റിയിലും കണ്ടു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായിട്ടും വിപ്രോ കാണാം. എക്സ്റ്റൻഡ് അവേഴ്സിൽ 2.6% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി തന്നെ 3% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ വിപ്രോയാണ് കുറച്ചെങ്കിലും കൂടുതൽ US മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ടെക്നോളജി സ്റ്റോക്കുകൾ US മാർക്കറ്റിൽ ഇടിഞ്ഞു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ വിസിബിളാണ്. ബിറ്റ്കോയിനിൽ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നമ്മുടെ മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോക്കർ അപ്സ്റ്റോക്ക്, ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സ്റ്റോക്കൊക്കെ പ്ലെഡ്ജ് ചെയ്ത 5 മിനിറ്റിനകം നമുക്ക് കൊളാട്രൽ മാർജിൻ കിട്ടുന്ന ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. പേടിഎം സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുന്നത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സായിഫ് മൗറീഷ്യസ് ഗ്രൂപ്പ് 2% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. എംക്യുറെ ഫാർമയും അതുപോലെ തന്നെ ഇവരുടെ ബെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന മേജർ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റോക്കുകൾ സെല്ല് ചെയ്ത് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. WPIL കമ്പനി ആഫ്രിക്കയിൽ നിന്ന് അവർക്ക് 426 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടാറ്റ പവർ അവർ ഗുജറാത്തിൽ 300 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പുതിയ തെർമൽ പ്ലാന്റ് അവർ കമ്മീഷൻ ചെയ്തു. HCL ടെക് IT കമ്പനിയാണ് US NVIDIA ആയിട്ട് പുതിയ ഒരു IT ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇൻഫോസിസ് GCCയിൽ അവരുടെ AI ബിസിനസ്സുകൾ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് പുതിയ ഗ്ലോബൽ സെൻറ്റർ ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ്. JSW ഇൻഫ്ര കമ്പനി സൗത്ത് മിനറൽ പോർട്ട് കമ്പനിയുടെ 51% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. പേസ് ഡിജിടെക് കമ്പനി അവർക്ക് 929 കോടി രൂപയുടെ ടെലകോം ഇൻഫ്രാസ്ട്രക്ചർ ഓർഡർ കിട്ടി. ആസ്ട്രസെൻസിക്ക ഫാർമയും കൂടാതെ തന്നെ സൺ ഫാർമയും അവർ SCZC എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് ധാരണയായി. PTC ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ ഒരു ഗുജറാത്തിൽ ഇവരുടെ എക്സ്പാൻഷൻ നടക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്, ഷോപ്പ് എക്സ്പാൻഷൻ. ഫെയർകം ഓർഗാനിക് കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. നവംബർ 20 കൺസിഡർ ചെയ്യും. JSW എനർജി കമ്പനി ടോപ്പ് ഡയറക്ടർ ഗ്രൂപ്പിലുള്ള ഒരു ഫിനാൻസ് ഡയറക്ടർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഷർദ കമ്പനി മുംബൈയിൽ ഏകദേശം 1,200 കോടി രൂപ വർത്ത് വരുന്ന ലാൻഡ് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്യാറുണ്ട്. രണ്ടും സെർച്ച് ചെയ്യേണ്ട, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. രണ്ടും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.